നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ നടന്നപ്പോഴെല്ലാം, കുറ്റവാളികളുടെ കയ്യാങ്കളികളെല്ലാം, കുറ്റകൃത്യങ്ങളുടെ കണക്കുകളെല്ലാം, അപ്പോഴെല്ലാം ഇതിനെ വെല്ലാൻ വേഷം മാറി വന്നു CID. പുതിയ കാലങ്ങളിലെ ചുരുളഴിക്കാത്ത കുറ്റങ്ങളെ മായ്ക്കാൻ പുതിയ രീതികളിൽ CID സ്ക്വാഡ് എപ്പോഴും ഒരുപടി മുകളിൽ. സോണിയേയിൽ പുളിപ്പുള്ള മുന്തിരിങ്ങയാണോ? പുളിപ്പുള്ളതല്ല, മധുരമാണ്. മധുരം എന്നാ പിന്നെ വേണ്ട. മധുരമുള്ളത് ഞങ്ങൾ ഇന്നലെ തന്നെ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു വന്നത് പുളിപ്പുള്ള മധുരമാണ്. എന്നാ നോക്കട്ടെ. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാ കുറച്ച് കറുത്ത മുന്തിരിങ്ങ എടുക്ക്. ഇന്ന് കഴിച്ചോ? ഏതാ വേണ്ടത്? വയറെന്തായാലും നിറഞ്ഞു. ഇനി എന്തിനാ മുന്തിരിങ്ങ വെറുതെ വാങ്ങുന്നത്? ഞാൻ തമാശ പറഞ്ഞതാ. സംശയമുണ്ടോ? 2 1/2 കിലോ എടുത്തോളൂ. അല്ല, ഇത് നമ്മുടെ 3ാമത്തെ വീട്ടിലുള്ള രാജേട്ടന്റെ രോഗിയല്ലേ? ഇവനെപ്പോഴാ പറക്കാൻ പഠിച്ചത്? ഹലോ ചേട്ടായി, ആരാ പറക്കാൻ പഠിപ്പിച്ചത്? എനിക്കൊന്ന് പഠിക്കണായിരുന്നു. പറന്നതല്ലടാ, എന്നെ പറപ്പിച്ചതായിരുന്നു. ആരാ? ഞാനാടാ, ഞാൻ തന്നെ. ഞാൻ ജഗ്ഗു ദാദാ. ഇന്നു മുതൽ ഈ ഏരിയക്കകത്ത് ഞാൻ തന്നെയാണ് ഗുണ്ട. എല്ലാവരും എനിക്ക് ദിവസവും കാശ് തരണം, മനസ്സിലായോ? ഞങ്ങൾക്ക് കാശൊന്നും തരാൻ കഴിയില്ല. എന്നോട് എതിർത്ത് സംസാരിക്കുന്നവരെ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അങ്ങനെ സംസാരിക്കുന്നവർക്ക് ഇതായിരിക്കും ശിക്ഷ. അതെ, ചേട്ടൻ ഏത് ദാതയാണെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇതേ ഞങ്ങളുടെ ഏരിയയാണ്. ഇവിടെ ഒന്നും ഗുണ്ടായിസം നടക്കില്ല കേട്ടോ. അതെയോ? എനിക്ക് നടക്കുമോ നിൽക്കുമോ നോക്കട്ടെ. എടോ, അവനെ വിട്. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാ പിന്നെ വലിയ പ്രശ്നവും. സംശയമുണ്ടോ? ഇത്രയൊക്കെ സംസാരിക്കാൻ മാത്രം നീ വളർന്നോ? എന്റെ ദേഷ്യം നിനക്ക് കാണണോ? വേണ്ട വേണ്ട ചേട്ടാ, ഞങ്ങൾ കാശ് തന്നേക്കാം. അതാണ് നല്ലത്. എനിക്ക് കാശ് തന്നാൽ പിന്നെ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് സംഭവിച്ചത്? ഒരു ഗുണ്ടയെ കണ്ട് പേടിക്കുന്നോ? സംശയമുണ്ടോ? നീ ഒന്നും മിണ്ടാതിരിക്ക്. ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് അടിയും പിടിയൊന്നും വേണ്ട. നീ വാ പോവട്ടെ. ഇവരെ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്നേ. ഈ മുസാമ്പി ജ്യൂസിന് എത്രയാണെന്ന് പറ. ചേട്ടൻ ഫ്രീ ആയിട്ട് എടുത്തോ. നിനക്ക് കുറച്ച് ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നു. ഇവർക്കും അത് പറഞ്ഞു കൊടുക്ക. പാടത്തൊക്കെ ഇപ്പോൾ യന്ത്രങ്ങൾ കൊണ്ടാണ് കൊയ്യുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അടികൈ എന്നാ സാറേ, സൂക്ഷിച്ച്. എടാ, ഇതെന്ത് ഹൽവയാടാ? അത് ഹൽവയല്ല, ചെടിക്കിടാൻ വേണ്ടി വച്ചിരിക്കുന്ന ചാണകമാണ്. പോലീസുകാരൻ വിരട്ടി കള്ളനെ വിറപ്പിച്ചു. ആരോ എന്നെ ചാണകം കഴിപ്പിച്ചു. അടികൈ. ഹണി, പോപ്പട്ട്, എന്താണ് സംഭവിച്ചത്? ജഗ്ഗു എന്ന ഗുണ്ട ഞങ്ങളെ തല്ലിയടാ. ആരടാ ജഗ്ഗു എന്ന് പറയുന്ന ഗുണ്ട? ചെറിയ കുട്ടികളെ തല്ലുന്നോ? എന്നെ കുറിച്ച് അവന് ശരിക്കും അറിയില്ല. അതൊരു കാളയാണ്. ആരെങ്കിലും കോമഡി പറഞ്ഞാൽ വായി തുറന്ന് നന്നായി ചിരിക്ക്. കാള വന്ന് പ്രശ്നമുണ്ടാക്കിയാൽ കാല് മടക്കി ഒന്ന് തൊഴിക്ക്. അടികൈ. അല്ല, കാളയായിരുന്നോ? അതെ, കാള തന്നെ. കാള എന്ന് പറഞ്ഞപ്പോ സാറെന്തിനെ വെറുതെ പേടിക്കുന്നത്? ഇയാള് തനി വേസ്റ്റ് ആടേ. കൂട്ടുകാരെ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഈ പുതിയ ദാദ നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെയാണ് വന്നത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ചറപറാന്ന് ഇടി തുടങ്ങി. സംശയമുണ്ടോ? സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല കൊച്ചളിയ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാ. മാർക്കറ്റിൽ എല്ലാരും പേടിപ്പെടുത്തി അയാൾക്ക് മര്യാദയ്ക്ക് ഗുണ്ടാപിരിവ് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നെയും പോപ്പട്ടിനെ അയാൾ തല്ലി. എന്റെ കൂട്ടുകാരെ തല്ലി എന്നോ? വേഗം വാ.
ജഗ്ഗു ദാദാ ജ്യൂസ്. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പൈനാപ്പിൾ ജ്യൂസ് എത്തിച്ചിരിക്കണം. തീർച്ചയായിട്ടും ചേട്ടാ. ദേ അവിടെ ജ്യൂസ് കുടിക്കുന്നില്ലേ, അതാണ് ഞങ്ങള് പറഞ്ഞ ആള്. അത്രയ്ക്കായോ? എന്നെ തല്ലാൻ വേണ്ടി ഡോഗിനെയും പൂച്ചനെയും ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണോ? ഇവിടുന്ന് പോയിക്കോ, അതായിരിക്കും നിനക്ക് നല്ലത്. ഞാൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറ. നിന്നെ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, എല്ലാ കാര്യങ്ങളും എന്റെ അളിയൻ നോക്കിക്കോളും. ആ? ഇതിന്റെ ഇടയ്ക്ക് എന്നെ എന്തിനാ വലിച്ചഴക്കുന്നേ? നിന്നെയല്ല, എന്റെ മറ്റേ അളിയനാ, ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടയാണ്. നിന്നെ ഇടിച്ച് പപ്പടമാക്കും ജഗ്ഗു. ആരടാ അവൻ? വിളിക്കാനെ, വിളിക്കടാ, വിളിക്കാൻ. ഹലോ, ആ ലൈനിലുണ്ട്. എന്താ സംസാരിക്കാമോ? എടാ കൊച്ചനെ, നീ എന്താടാ വീട്ടിൽ കയറി ഒളിച്ചിരിക്കാണോ? ഞാൻ വിളിക്കുക, വേഗം ഇങ്ങോട്ട് വാടാ. ആരോടാ സംസാരിക്കുന്നത്? നിന്റെ ബോസ് ജഗ്ഗു ദാദാ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഫ്രൂട്ട് മാർക്കറ്റിലേക്ക് വാ. നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കുക. അധികം സംസാരിക്കരുത്, പിന്നെ എല്ലാവരെയും അദ്ദേഹം വിളിച്ചോണ്ട് വരും. നീ ആരെ വേണമെങ്കിലും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. പക്ഷെ ഞാൻ തരാൻ പോകുന്ന തന്നിരിക്കും. റാം സിംഗ്, വണ്ടി എടുക്ക. എടാ വണ്ടി എന്നല്ല, വേണമെങ്കിൽ ട്രക്കിൽ തന്നെ വന്നോ. പക്ഷെ വേഗം വേണം, ഇല്ലെങ്കിൽ ഇടിച്ചതിന്റെ അണപ്പല്ലി ഞാൻ ഊരിയെടുക്കും. കൈയും കാലും എടുത്ത് ഞാൻ സൂപ്പിടും. നിന്നെ ഞാൻ എടുത്തിട്ട് ഫുട്ബോൾ കളിക്കും. അല്ല, പോലീസ് ചേട്ടൻ എന്താ ഇവിടെ കാര്യം? എന്നെ നീ തല്ലു എന്നല്ലടാ പറഞ്ഞത്. എന്നെ നീ ഫുട്ബോൾ പോലെ തൊഴിക്കുമല്ലേ, എന്റെ കാല് നീ സൂപ്പ് വെക്കുമല്ലേ. നീ പോലീസുകാരെ ഭീഷണിപ്പെടുത്തുകയാണോ? പോലീസ് ചേട്ടാ, ഞാൻ നിങ്ങളാണെന്ന് അറിയാതെ പറഞ്ഞതാ. ഇവന്റെ ചേട്ടനാണെന്നും പറഞ്ഞ് വിളിപ്പിച്ചതാ. ആ, ഞാൻ ഫോൺ ചെയ്തത് ഇദ്ദേഹത്തിനായിരുന്നു. ഇതൊന്നും ശരിയല്ലടാ കൊച്ചനെ, നീ വലിയ തെറ്റാ ചെയ്തത്. എന്റെ ഏരിയയിൽ ഗുണ്ടായിസം നടത്തുന്നു. പോലീസുകാരെ, ഇവന് എത്രയും പെട്ടെന്ന് അകത്താക്ക്. അടിക്ക്, അടിക്കണവനെ. ഇനി ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല ജഗ്ഗു. എന്നോട് കളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതുപോലെ ഞാനും ചെയ്യാം. ജഗ്ഗു, ഹണി വേണ്ട. ഇവനെ തോൽപ്പിക്കാനായിട്ട് ഇതൊരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നോട് ചാലഞ്ച് ചെയ്യാണ് ജഗ്ഗു. നീ തീർച്ചയായും എന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നതായിരിക്കും. അതെയോ?
കുത്ത് 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 വേഗം കുത്ത് ആ, ആ. 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 കലക്കി ബന്നി എന്ത് തന്നെ ഐഡിയ ആയിരുന്നു. അല്ലെങ്കിൽ ഇവനെ തോൽപ്പിക്കുക എന്നത് വലിയ പ്രശ്നമായെന്നെ. ആ എവിടെ അധികം ബലം ഉണ്ടാകുന്നുവോ അവന് അറിവ് കുറച്ച് കുറവായിരിക്കും. അതെ, കഷ്ടപ്പെടാതെ ഒരിക്കലും നമുക്ക് ഈ ലോകത്തൊന്നും നേടാൻ കഴിയില്ല. സംശയമുണ്ടോ?